ഇനി മറ്റ് ഒരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ച 2 പേർ അറസ്റ്റിൽ. പുതുപ്പാടി അടിവാരം സ്വദേശികളെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ ഭർത്താവും സുഹൃത്തുമായ താമരശ്ശേരി അടിവാരം മേലെ പൊടിക്കൈയിൽ പി പ്രകാശനുമാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉള്ളത്. കുടുംബ പ്രശ്നം പരിഹരിക്കാനും അഭിവൃദ്ധിക്ക് വേണ്ടിയും യുവതിയോട് നഗ്നപൂജ നടത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് പരാതി. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ സിദ്ദിഖ് നൽകും താമരശ്ശേരിയിൽ നിന്ന്. സിദ്ദിഖ്, താമരശ്ശേരി, നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട് ഏതാണ്? ഇപ്പോഴും ഈ നഗ്നപൂജ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകും, ധനലാഭം ഉണ്ടാകും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നത് അത്ഭുതം തന്നെ. എന്താണ് ഇവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് നയിച്ചത്? മനു, തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കേട്ടുകേൾവിയുള്ള ഒരു സംഭവം ഇവിടെയും നടക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പ്രകാശൻ എന്ന വ്യക്തി ഈ യുവതിയുടെ ഭർത്താവുമായതിന്റെ സുഹൃത്ത് തന്നെയാണ്. ഇദ്ദേഹം ഇവരോട് പറഞ്ഞത് ഈ ഭർത്താവിന്റെ ദേഹത്തോ മറ്റോ എന്തോ ചില ബാധകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പൊ അതിന് യുവതിയെ നഗ്നയായി നിർത്തി പൂജ ചെയ്യണം എന്ന് അറിയിക്കുകയായിരുന്നു. അപ്പോ ഈ പൂജാരി എന്ന് പറയപ്പെടുന്ന പ്രകാശൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് ഇവരെ നിർബന്ധിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് യുവതി ഇതിനെ പ്രതിരോധിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. നാട്ടുകാർ പറയുന്നത് ഈ പ്രകാശൻ എന്ന് പറയുന്ന വ്യക്തി അത്തരത്തിലുള്ള ഏതെങ്കിലും പൂജാകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളോ ഒന്നോ അല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ വളരെ രഹസ്യമാണ്, ആരുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ചങ്ങാത്തോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു രീതിയിലുള്ള നടത്തമാണ് എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ യുവതിയുടെ പ്രതികരണം എടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ള യുവതി പറയുന്നത് ഈ സമയത്ത് എനിക്ക് കൂടെ ഒരു പ്രയാസം ഉണ്ടാവുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവേത് എന്നെ ഇതിലേക്ക് വലിച്ചിടരുത് എന്ന രീതിയിലാണ്. ഏതായാലും സിദ്ദിഖ്, യുവതി വലിയ അഭിനന്ദനം അർഹിക്കുകയാണ്. കാരണം ഈ ഇത്രയും ഇത് മനോരോഗമാണോ എന്ന് എനിക്കറിയില്ല. ഇത്രയും ഇതുപോലെ ഒരു ഭർത്താവ് അവർക്കുണ്ടായിപ്പോയി, അവരും ഒരു പൂജാരിയെ അയാൾ കൊണ്ടുവരുന്നു. ഏതായാലും ഇതൊക്കെ തനി വിഡിത്തമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ആ യുവതിക്ക് ഉണ്ടായി എന്നതിൽ അവർ വലിയ അഭിനന്ദനം തന്നെ അർഹിക്കുന്നു. ഇത് പോലീസിൽ പരാതിപ്പെടാൻ കാണിച്ച ആ ധൈര്യവും ആണ് ഏറ്റവും പ്രധാനം. ഇത് കുടുംബ പ്രശ്നം പരിഹരിക്കാൻ മാത്രം ഇവർക്ക് എന്ത് കുടുംബ പ്രശ്നമാണ് ഉണ്ടായിരുന്നത്? സാമ്പത്തിക പ്രയാസമാണോ പരിഹരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞത്? അതിൽ നമുക്ക് മനസ്സിലാവുന്നത്, നാട്ടുകാർ പറയുന്നത് ഇവർ തമ്മിൽ ഈ യുവതിയും ഭർത്താവും തമ്മിൽ സ്ഥിരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം അന്വേഷിച്ച് ഒരുപക്ഷെ പൂജാരിയെയോ അല്ലെങ്കിൽ മറ്റാരെയോ സമീപിച്ചതായിരിക്കാം. അവിടെ ആ ഒരു രീതിയിൽ നിന്നാണോ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം ലഭിച്ചത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായിരുന്നാലും യുവതി ഇതിനെ തീർത്തും പ്രതിരോധിച്ചു, എതിർത്തു. മാത്രമല്ല ഇത് തുറന്ന് പറയാനുള്ള ഒരു സന്മനസ്സും കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരം പുറം ലോകം അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇത് നമുക്ക് സംശയിക്കേണ്ട മറ്റൊരു വിഷയം, അത്തരത്തിലുള്ള ഒരു പൂജാകർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരാൾ ഇത്തരത്തിലൊരു നഗ്നപൂജയ്ക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് ഇത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബ്ലാക്ക് മെയിൽ പോലത്തെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുമോ എന്ന് പോലും പോലീസ് സംശയിക്കുന്നുണ്ട്. ആ വഴിക്കും കാര്യങ്ങളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. സിദ്ദിഖ്, ഈ നവോത്ഥാനത്തെക്കുറിച്ച് വലിയ വായിൽ സംസാരിക്കുന്ന കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നത് വലിയ തോതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ആ യുവതിക്ക് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടായി എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ആ ഭർത്താവിനോ ഈ പൂജാരിക്കോ അത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഭർത്താവിനത് മനസ്സിലായില്ല. അയാളെ തട്ടിപ്പിനിരയാക്കാൻ ഈ പൂജാരി ശ്രമിച്ചു എന്നൊക്കെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ ജാഗരൂകരായി ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഇത്തരം വാർത്തകൾ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സ്പോട്ട് ലൈവ് ഇവിടെ സമാപിക്കുന്നു. വൈവിധ്യമാർന്ന വിഷയങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി.